ഹലോ, മാളൂസ് ഗപ്പി ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉത്രാടം. എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് മാളൂസ് ഗപ്പി ഗ്രീൻ ഹോമിലെ നഴ്സറിയിലെ കാഴ്ചകൾക്ക് പകരം വീട്ടിലെ ചില കൃഷിക്കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മുടെ വീട്ടിലെ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന പ്ലാവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവ്. ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ നിങ്ങളോട് ചേട്ടായി ഷെയർ ചെയ്യുന്നതായിരിക്കും. നമസ്കാരം. ഇത് നമ്മുടെ വീട്ടിലെ വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3.5 വർഷത്തോളം ആവുന്നു. ഈ 3.5 വർഷം കൊണ്ട് ഇപ്പം ഈ പ്ലാവിൽ ഏകദേശം ഈ വർഷം പിടിച്ച ചക്കയെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50-ൽ പുറത്ത് ചക്ക ഇത്തവണ നമുക്ക് ഈ പ്ലാവിലുണ്ടായിട്ടുണ്ട്. ഈ 3.5 വർഷം കൊണ്ട് ഇത്രയും ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയ സന്തോഷമുണ്ട്. പിന്നെ ഇത് വെറുതെ അല്ല, ഇതിനകത്ത് നല്ല രീതിയിൽ പരിചരണം നടത്തുന്നുണ്ട്. എല്ലാ വർഷവും മിനിമം ഒരു 2 തവണയോ അതിൽ കൂടുതലോ ഒക്കെ നമ്മളിതിനകത്ത് വളപ്രയോഗം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അത്യാവശ്യം വേണ്ടുന്ന പ്രൂണിങ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പ്ലാവിൻ്റെ സൈസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം. ഇതിൻ്റെ പല ഭാഗങ്ങളിലും ഒരു പടർന്ന് പന്തലിച്ച് മുഴുവൻ മറഞ്ഞു കിടക്കുന്ന രീതിയിലല്ല നമ്മൾ ഈ പ്ലാവിനെ സംരക്ഷിക്കുന്നത്. ഇതിൻ്റെ ചുവട് ഭാഗം തൊട്ട് തന്നെ ഏകദേശം ഒരു 5.5-6 അടിയോളം നമ്മൾ ഇതിൻ്റെ ഇതിൻ്റെ ചോലകൾ വളരാൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. ശിഖരങ്ങൾ ഏകദേശം ഒരു 6 അടിക്ക് മുകളിൽ വെച്ചിട്ടാണ് ഇതിനെ നിർത്തിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, ഈ ചുവട്ടിൻ്റെ ഈ ഭാഗങ്ങളിൽ നല്ലോണം വെയിൽ വീഴുകയും ഈ ഭാഗത്ത് പുതിയ കള വരികയും അത് ചക്കയാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഈ പ്ലാവിൻ്റെ സ്വദേശം തായ്ലൻഡാണ്, നമ്മുടെ നാട്ടുകാരനല്ല. പിന്നെ എൻ്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവുകളിലൊന്നാണ് വിയറ്റ്നാം സൂപ്പർ എർലി. ഏകദേശം നമ്മളൊരു 300 രൂപ 350 രൂപ റേഞ്ചിലുള്ള 2 അടിയോളം പൊക്കമുള്ളൊരു പ്ലാവും തൈ കൊണ്ടുവച്ച് നല്ല രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം 1 വർഷമാകുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ആദ്യത്തെ ചക്ക കിട്ടും. പക്ഷേ ആദ്യം നമുക്ക് പ്ലാവിൻ്റെ സൈസ് ചെറുതായതുകൊണ്ട് ചക്കയുടെ എണ്ണം കുറവായിരിക്കും. ഒരു 2 ചക്ക ഒക്കെ അല്ലെങ്കിൽ 3 ചക്കയൊക്കെ അവർ പ്രതീക്ഷിച്ചാൽ മതി. ഒരു സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ ഏകദേശം ഈ പ്ലാവ് ഒന്ന് നല്ല ഹെൽത്തായി വരുമ്പോൾ ഇതിൻ്റെ ചക്കകളുടെ എണ്ണം കൂടും. എനിക്ക് 2-ാം വർഷം ഇതിനകത്ത് ഏകദേശം ഒരു 4 to 6 ചക്കക്കകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3.5 വർഷം കഴിഞ്ഞുവെങ്കിലും നമുക്ക് ഒരു 4ാമത്തെ സീസണിലാണ് ഈ ചക്ക പിടിക്കുന്നത്. ഇതൊരു ആൾ സീസൺ പ്ലാവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഇത് വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 ചിലപ്പോൾ 3 തവണ വരെയൊക്കെ നമുക്ക് ഇതിനകത്ത് ചക്ക കിട്ടാറുണ്ട്. ഈ സീസണിലാണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതലും ചക്ക ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ നല്ല മഴ നിൽക്കുന്ന സമയത്താണ് ഇതിൻ്റെ കളകൾ വീണത്. മഴ നിന്നുകൊണ്ട് തന്നെ ഏതാണ്ട് 50, എനിക്ക് തോന്നുന്നു ഞാനൊരു ഉദ്ദേശക്കണക്ക് എണ്ണിയപ്പോൾ 55ഓളം ചക്ക ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിൽ മഴ കൂടി നിന്ന സമയത്ത് കുറച്ച് കീടങ്ങൾ ബാധിക്കുകയും അതിലൊരു 10ഓളം ചക്ക കൊഴിഞ്ഞ് താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും മഴ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ചക്കകളിലൊന്നും വലിയ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ടൊരു 45-ൽ കുറയാത്ത ചക്ക ഇതിനകത്ത് ഇപ്പം നിലവിലുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ചക്കയുടെ മറ്റു വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊരു വലിയ ഭീമാകാരമായ ചക്കയല്ല. ആവറേജ് നമുക്കൊരു 6 കിലോ മുതൽ 8 കിലോ വരെ ആയിരിക്കും ഏകദേശം ഇതിൻ്റെ ഒരു ചക്കയുടെ മാക്സിമം സൈസ്, അതിൻ്റെ കിലോ തൂക്കം ഉണ്ടാവുക. അല്ലാതെ ഒരുപാട് വലിയ സൈസ് നമ്മൾ ഈ ചക്കയെന്ന് പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ചെറിയ ചക്കയാണെങ്കിലും അകത്തെ ചുളയ്ക്ക് അങ്ങനെ ഒരുപാട് സൈസ് കുറവല്ല. അത്യാവശ്യം നല്ല സൈസുണ്ട്. അതുപോലെ നല്ല മണമാണ് ഇതിൻ്റെ. ഏകദേശം നമ്മൾ ഈ പ്ലാവിൽ ചക്ക പഴുത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു പരിസരത്തൂടെ പോയാൽ തന്നെ ഇതിൻ്റെ മണം നമുക്ക് കിട്ടും. ചക്കയുടെ ഒരു ടേസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ നല്ല മധുരമുണ്ട്. കനം കുറവാണ്. ചക്ക ചുളയ്ക്ക് പൊതുവെ കനം കുറവാണ്. പക്ഷേ നല്ല മധുരമുണ്ട്. അതുപോലെ ചക്കയുടെ സൈസ്, ഈ പുറം ചക്കയുടെ സൈസ് കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ചുളയ്ക്ക് അത്യാവശ്യം സൈസുള്ള പ്ലാവ് തന്നെയാണിത്. ഇനി ഇതിൻ്റെ പരിചരണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാവ് ഇത്രയും സൈസ് വന്നാൽ പോരാ. ഇതിൻ്റെ കാരണം ഇത് പ്ലാവ് ചെറുതായതിൻ്റെ, അതായത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും പ്ലാവ് സൈസ് ചെറുതാണ്. കാരണം 3.5 വർഷം കൊണ്ട് ശരിക്കും ഈ പ്ലാവ് ഇത്രയും വന്നാൽ പോരാ. അതിൽ പറ്റിപ്പോയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അടയ്ക്കാമരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ കഴിഞ്ഞ ഒരു 5 മാസം മുമ്പാണ് അതിനെ കട്ട് ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് കൊടിയും ഇവിടെ വേറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോല കൂടുതലായിരുന്നു. തൊട്ടപ്പുറത്തെ പുരയിടത്തിലെ തേക്കും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചോലയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു 70% കാര്യങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വന്നിട്ടാണ് കുറച്ചും കൂടെ പ്ലാവ് ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇനി 1 വർഷത്തെ നമ്മുടെ പരിചരണം കൂടെ ആകുമ്പോൾ ഈ പ്ലാവ് നല്ല ഹെൽത്തി ആവും. അടുത്ത വർഷം ഇതിനേക്കാളും ബെസ്റ്റ് റിസൾട്ട് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന് നമ്മളിപ്പോൾ 12 അടി ഹൈറ്റിൽ സെറ്റ് ചെയ്ത് പ്രൂൺ ചെയ്തേക്കുകയാണ്.
അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് ഇതിന് ഉയരം കൂട്ടുന്നതിനോട് താല്പര്യമില്ല. കാരണം നമുക്ക് കൈകാര്യം ചെയ്യാം, പെട്ടെന്ന് തന്നെ ചക്ക പറിക്കാനായാലും നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ വേറെ മരങ്ങളൊക്കെ നടുന്നതിന് നമുക്ക് ഈ പ്രൂണിങ് കൊണ്ട് സഹായിക്കും. ഒരുപാട് പൊക്കത്തിൽ വിടുകയും അതുപോലെ ഒരുപാട് ചോല വീശാൻ അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൂടി ചെടികൾ നമുക്ക് അടുത്ത് നടുന്നതിന് പ്രയാസം ഉണ്ടാവും. അടുത്തത് നമുക്ക് ഇതിൻ്റെ നടിയിൽ അതുപോലെ പരിചരണം അങ്ങനെയുള്ള വിശേഷങ്ങളിൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ഞാൻ കൊണ്ട് നടുമ്പോൾ ഒരു 2 അടി പൊക്കമുള്ളൊരു പ്ലാവ് തൈ ആയിരുന്നു. ഇതിനെ 1.5 അടിയുള്ള കുഴി എടുത്ത് അതിൽ എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി മിക്സ് ചെയ്ത് ആ കുഴിയിൽ തന്നെ തിരിച്ചിറക്കി പിള്ളക്കുഴി എടുത്ത് അതിനകത്ത് തൈ നടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അതിനുശേഷമുള്ള ഓരോ 2 മാസത്തിലും ഞാൻ വളം നൽകുകയുണ്ടായി. ഓരോ 2 മാസത്തിലല്ല, ആദ്യത്തെ 2 മാസത്തിന് ശേഷം ഒരു വളം നൽകുകയുണ്ടായി. പിന്നീട് അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷം 3ാമത്തെ വളം ചെയ്യുകയുണ്ടായി. പിന്നീടുള്ള ഓരോ വർഷത്തിലും ഞാൻ 2 തവണയിൽ കുറയാതെ ഇതിനകത്ത് വളപ്രയോഗം നടത്തിയിട്ടുണ്ട്. വളപ്രയോഗം എന്തെന്ന് വെച്ചാൽ ജൈവവളം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലുപൊടി, വേപ്പിണ്ണാക്ക്, ചാണകപ്പൊടി മിക്സ് ചെയ്ത് ഇതിൽ മണ്ണിനോട് ഇളക്കി ചേർക്കുകയാണ് ചെയ്തത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൊടുക്കുകയുണ്ടായി. രാസവളം ഇതിൽ 1-2 തവണയെ കൊടുത്തിട്ടുള്ളൂ. ഇടയ്ക്ക് മഴക്കാലമുള്ള സമയത്ത് വളരെ നേരിയ തോതിൽ രാസവളം കൂടി ജൈവവളം ഇടുന്നതിന് ശേഷം കുറച്ച് നൽകിയിട്ടുണ്ട്. ഇതിന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു നിലവാരം ഈ പ്ലാവ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാനിതിനെ സ്നേഹിക്കുന്നതുകൊണ്ടായിരിക്കാം, അതായത് ഞാനിതിൻ്റെ ഓരോ വളർച്ചാ ഘട്ടത്തിൽ ഇതിൻ്റെ കൂടെ നിന്ന് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഈ പ്ലാവിനെ ഞാൻ സംരക്ഷിച്ച് പ്ലാവിനെ മാത്രമല്ല, നിങ്ങൾ ഈ വീട്ടിൽ കാണുന്ന എല്ലാ വിളകളെയും എൻ്റെ ഹൃദയം തൊട്ട്, ഞാനൊരു ബേസിക്കലി ഒരു കർഷകൻ കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ നടുന്ന ചെടികളെല്ലാം നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെയാണ് പരിചരിക്കുകയും നോക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും നല്ലൊരു റിസൾട്ട് നമുക്ക് ഇത്തവണ ഈ പ്ലാവിൽ നിന്ന് ഈ റിസൾട്ട് ഇത്തവണ നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്, അതൊരു വലിയ സന്തോഷം തന്നെയാണ്. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ പലരും ബഡ് തൈകൾ നടുമ്പോൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നല്ല തൈ സെലക്ട് ചെയ്യാറില്ല. എവിടെയെങ്കിലും ചെന്ന് നമ്മൾ വില കുറഞ്ഞത് നോക്കി, മാക്സിമം നമ്മൾ വില കുറഞ്ഞത് നോക്കിയാണ് തൈകൾ എടുക്കാൻ പലരും ഇത് കാണിക്കുന്നത്. നല്ല നഴ്സറിയിൽ നിന്നും നിങ്ങൾ തൈ എടുക്കുക. അതിൽ ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ തന്നെ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരും അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ പറ്റിപ്പുകളുടെ ഭാഗമാകാതെ തന്നെ നിങ്ങൾ നല്ല തൈകൾ സെലക്ട് ചെയ്യുക. പിന്നീട് അതൊന്നുമല്ല, ഏറ്റവും പ്രധാനം ബഡ് തൈകൾ നടുമ്പോൾ ഒരിക്കലും ബഡ് കുഴിയിലിറക്കി നടാൻ പാടില്ല. നമ്മൾ മണ്ണിൻ്റെ നിരപ്പിന് മുകളിൽ വേണം നമ്മുടെ ബഡ് തൈയുടെ ബഡ് പോഷൻ നിൽക്കാൻ. അതെന്താണെന്ന് ചോദിച്ചാൽ, ബഡ് നമ്മൾ കുഴിയിലിറക്കി നട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഈ ബഡിൽ വെള്ളം കെട്ടി നിൽക്കുകയും അതിൻ്റെ ഫംഗസ് ഉണ്ടാവുകയും ആ തൈ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. നിങ്ങൾ 300 രൂപ, 500 രൂപ, 1000 രൂപയൊക്കെ ലെവലിൽ തൈകൾ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കുഴിയിലിറക്കി നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ മഴക്കാലം വരുമ്പോൾ ഈ തൈകളെല്ലാം നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബഡ് ഗ്രാഫ്റ്റ് തൈകൾ എപ്പോഴും മണ്ണ് നിരപ്പിന് മുകളിൽ വേണം അതിൻ്റെ ബഡോ ഗ്രാഫ്റ്റോ പോഷൻ നിൽക്കാനെന്ന് മാത്രമേ എനിക്ക് ഓർപ്പിക്കാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ഹാപ്പി ഓണം.